അസ്സലാമലൈക്കും, എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ പിസ്ത ഡ്രിങ്കാണെന്ന് തയ്യാറാക്കുന്നത്. നമുക്ക് കല്യാണത്തിന് കിട്ടുന്ന വെൽക്കം ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിലോട്ട് നല്ല തണുത്ത ഒരു ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഫ്രഷ് പാലാണ് ഒഴിച്ചിട്ടുള്ളത്. അതിനുശേഷം ഒരു ഗ്ലാസ് തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് പഞ്ചസാരയാണ്. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മളെടുക്കുന്ന പാലിൻ്റെയും വെള്ളത്തിൻ്റെയും അളവനുസരിച്ച് നമുക്ക് ഈ ഷുഗറിൻ്റെ അളവൊക്കെ കൂട്ടിയും കുറച്ചുമൊക്കെ ഇടാവുന്നതാണ്. അതിനുശേഷം എടുത്തിട്ടുള്ളത് പിസ്തയുടെ ഫുഡ് കളറാണ്. ഒരു 3 ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ് ഈ ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കസ്കസാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കുതിർത്തി വെച്ചിരിക്കുന്ന കസ്കസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് കുറച്ച് നട്ട്സുകൾ ചേർത്ത് കൊടുക്കാം. നമ്മളെ കയ്യിലുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. പിസ്തയോ കാഷ്നട്ടോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് കാഷ്നട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഐസ് ക്യൂബ്സ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. തണുപ്പ് പോരാന്നുണ്ടെങ്കിൽ മാത്രം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് നല്ല തണുത്ത പാലും വെള്ളമൊക്കെ ചേർക്കുമ്പോൾ തന്നെ തണുപ്പുണ്ടാവും. ഇനി നമുക്ക് 2 ഗ്ലാസ് എടുത്തതിന് ശേഷം അതിലോട്ട് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് നമ്മുടെ ഡ്രിങ്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.